ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു സുഗിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ പയർ ഞാൻ ഉപ്പെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി കുറച്ച് പഞ്ചസാര, ഏലക്കായും ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, ജീരകത്തിൻ്റെ ഇതും കൂടി എടുത്ത് എന്നിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൂടെ കുറച്ച് തേങ്ങ ചിരയിട്ടത് കൊണ്ട് അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊന്നും എല്ലാം കൂടി എന്നിട്ട് കൂട്ടി കുഴച്ച് നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് പിടിച്ച് നോക്കാം. ശരിയാവോ എന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഉരുളകളാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെക്കാം. നോക്കി വെക്കാം, ഉരുളകളാവുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഉണ്ട് ഉരുളകളാവുന്നുണ്ട്. ഇതാ ഓരോ ഉരുളകളാക്കിയിട്ട് അപ്പോൾ നമുക്കിത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കലക്കിയിട്ട്. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തിന്, കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാനിത് ഉരുളകളാക്കിയിട്ട് കാണിച്ചു തരാം. അല്ലേ വേണ്ടത്. ഉരുളകളാക്കിയിട്ട് ഞാൻ ഇത് പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിതാ എല്ലാം ഉരുട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഉരുളകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കത് വറുത്ത് കോരി എടുക്കാം. സുഗിയൻ നമുക്ക് എണ്ണയിലിട്ടിട്ട് എടുക്കാം. അതിന് വേണ്ടി ചീനച്ചട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ചീനച്ചട്ടി വെക്കാം, അതിൻ്റെ വെള്ളം അങ്ങ് വറ്റട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ചീനച്ചട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് മുങ്ങാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം, ഇല്ലേ പിന്നെ ശരിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ കായട്ടെ. വെളിച്ചെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ടിട്ട് കോരിയെടുക്കാം. കറണ്ട് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറണ്ട് പോകുമോയെന്നറിയില്ല, പക്ഷേ ഇരുട്ടത്തൊന്നും ആക്കേണ്ടി വരും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ.
വെളിച്ചെണ്ണ നീ കാഞ്ഞോ? ഇല്ല, കാഞ്ഞനില്ല, ശരിക്ക് കാഞ്ഞനില്ല. കാഞ്ഞിട്ട് വേണം ഇത് ഇതിൻ്റെ അകത്തേക്കൊന്ന് എടുത്തിടാം. അപ്പോൾ ഇപ്പം വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. ഇതായിട്ടുണ്ട് ഗൈസ്, നമുക്കിത് വാങ്ങാം. ഇനി അടുത്ത ഇടട്ടെ. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. പീടികയിൽ നിന്ന് വാങ്ങുന്ന അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയതാണ്. ഇനി നമുക്ക് സുഖിയനെല്ലാം ചുട്ട് വെച്ചതിൻ്റെ ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതാ സുഖിയൻ ഇത്രയുമായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ നല്ല അടിപൊളി സുഖിയനായിട്ട് തന്നെ കിട്ടീന്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇതാ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.